ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ √2, √3, √5 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായി നമ്മുടെ സ്കെയിലെല്ലാം കൊടുത്തിട്ടുള്ള ഏതിന്റെ വാല്യൂസ് ആണ്? റാഷണൽ നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ്. അതായത് 1, 2, 3, 4, 5 ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഈ √2, √3, √5 എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിന്റെ ലെങ്ത് എങ്ങനെ അളന്നെടുക്കും? അത് കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റഫായിട്ടൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് ഞാൻ 1 സെന്റിമീറ്റർ എടുത്തു, ആൾട്ടിറ്റ്യൂഡും 1 സെന്റിമീറ്റർ എടുത്തു. എനിക്ക് ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. അപ്പം ABC എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പൊ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് BC ആണ് അല്ലെ. അപ്പൊ BC സ്ക്വയർ ഇസിക്കൽ ടു, അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ബേസ് ആരാണ്? AB സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ആരാണ്? AC സ്ക്വയർ. therefore BC ഇസിക്കൽ ടു, ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായി മാറും. AB സ്ക്വയർ, AB ആരാണ്? 1 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് AC എത്രയാണ്? 1 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയർ. BC ഇസിക്കൽ ടു റൂട്ട് 1ന്റെ സ്ക്വയർ 1 ആണ്, പ്ലസ് ഈ 1ന്റെ സ്ക്വയറും 1. അപ്പൊ BC ഇസിക്കൽ ടു റൂട്ട് 2 എന്ന് കിട്ടും അല്ലെ. 1 + 1 √2. അപ്പൊ ഇവിടുത്തെ മെഷർമെന്റ് എന്തായി? √2 സെന്റിമീറ്റർ. അതായത് ഈ ലെങ്ത് √2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് 1 സെന്റിമീറ്റർ ബേസും 1 സെന്റിമീറ്റർ ഹൈറ്റും എടുത്തിട്ട് അതിന്റെ ഹൈപ്പോട്ടനസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത് എന്ന് പറയുന്നത് √2 ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് കോമ്പോസിൽ അളന്നിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് നമ്പർ ലൈനിൽ √2 മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു സ്കെയിൽ എടുക്കുക, ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്. ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇത് എക്സ്, ഇവിടെ എക്സ് ഡാഷ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് നമ്പേഴ്സും ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് നമ്പർ. ഇനി ഞാൻ ഇതിനെ Y ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് Y ആക്സിസിന്റെ പോസിറ്റീവ് സൈഡും ഇത് Y ആക്സിസിന്റെ നെഗറ്റീവ് സൈഡും ആണ്. ഓക്കെ, അപ്പൊ Y ഡാഷ് എക്സ് ഡാഷ് എന്ന് എടുത്തു. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഭാഗമാണ് 0. അവിടെയാണ് 0 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ തൊട്ട് അങ്ങോട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് പോകും. അപ്പൊ നമുക്ക് നമ്പർ എടുക്കാം. നമ്മൾ അത് ചെയ്യണം എങ്ങനെയാണ്? കോമ്പോസ് എടുക്കുക, ഇഷ്ടമുള്ള ഒരു ലെങ്ത് മെഷർ ചെയ്യുക. ഞാൻ ഇത്ര എടുക്കുകയാണ്. ഇത്ര എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതേ മെഷർമെന്റിൽ അടുത്ത മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾ എത്ര എടുക്കുന്നോ അതേ മെഷർമെന്റിൽ തന്നെ ആയിരിക്കണം എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ്. അപ്പൊ അടുത്തത് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതുപോലെ Y ആക്സിസിലും അതേ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിന് നമ്പർ ഇട്ട് കൊടുക്കാം. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ വന്നിട്ട് 1, 2. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗർ വരയ്ക്കാം. ഇവിടെ എന്താണ്? ബേസ് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്പർ ലൈനിൽ 1 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് ഇത്രയും 1 യൂണിറ്റ്, 0 to 1 വരെയാണ് 1 യൂണിറ്റ്. അപ്പൊ ഇത് നമുക്ക് എടുക്കാം. ഇവിടെ B എന്ന് മാർക്ക് ചെയ്യാം. ഈ B പൊസിഷൻ ആണ് ഇത്. ഇവിടെ A. ഓക്കെ, ഇനി നമുക്ക് C വേണം. അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് എത്ര ലെങ്ത് ആണ്? 1 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ 1 യൂണിറ്റ് ആണ് AC എന്ന് പറയുന്നതിന്റെ ലെങ്ത്. അപ്പൊ A2 ഇത് വന്നിട്ട് C എന്ന് കൊടുക്കും. ഇനി നമുക്ക് ഇതിന്റെ ഹൈപ്പോട്ടേനസ് വരയ്ക്കാം അല്ലെ. ഇതൊട്ട് ഇതുവരെയാണ് ഹൈപ്പോട്ടേനസ് BC നമുക്ക് മാർക്ക് ചെയ്യണം. B ഇതാ ഉണ്ട്, C ഇതാ ഇവിടെ ഉണ്ട്. നമുക്കത് മാർക്ക് ചെയ്യാം. സ്കെയിൽ വെച്ച് കണ്ടോ, ഞാൻ BC യോജിപ്പിച്ചു. ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് √2 കിട്ടണമെങ്കിൽ ബേസ് 1 സെന്റിമീറ്റർ വേണം. അതെടുത്തു, 1 യൂണിറ്റ് എടുത്തു. ഹൈറ്റ് വേണം, ഹൈറ്റിന് 1 സെന്റിമീറ്റർ വേണം. അത് നമ്മൾ 1 യൂണിറ്റ് എടുത്തു. അപ്പൊ 1 യൂണിറ്റ് വെച്ച് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? √2 ആയിരിക്കും. ഇതിപ്പോ എന്താണ്? √2 ആണ്.
ഓക്കെ. അപ്പൊ ഈ മെഷർമെന്റ് ആണ് നമ്മൾ നമ്പർ ലൈനിൽ വരയ്ക്കേണ്ടത്. ഇത്രയും ഈ ഇത് തൊട്ട് ബി തൊട്ട് സി വരെയുള്ള ഈ ലെങ്ത് ആണ് √2ന്റെ അളവ്. അപ്പൊ നമുക്ക് അതൊന്ന് അളന്നെടുക്കാം. ഇവിടെ കോമ്പോസ് വെച്ചുകൊണ്ട് ഇതുവരെയുള്ള ഉണ്ടോ, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് കോമ്പോസ് വെച്ച് എടുക്കുക. എടുത്ത ശേഷം ഇവിടെ വെച്ചിട്ട് നമ്മളത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ √2 മീറ്റർ ആണ്, ഈ √2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത്രയും യൂണിറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്പർ ലൈനിൽ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഈ പോയിന്റിന് ഞാൻ പി എന്ന് കൊടുത്തു. ഇത് എന്താണ് അതിന്റെ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ √2 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് നമ്പർ ലൈൻ വരയ്ക്കുക. ഇത് അറിഞ്ഞിരിക്കുക, എത്ര വെച്ചെടുത്താൽ √2 കിട്ടും. √2 കിട്ടണമെങ്കിൽ ബേസ് 1 സെന്റിമീറ്ററും ഹൈറ്റ് 1 സെന്റിമീറ്ററും എടുത്താൽ നമുക്ക് √2 കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരയ്ക്കാം. വരച്ചിട്ട് ഈ ലെങ്ത് എടുത്ത് ഇവിടെ 0 ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പോസ് വെച്ച് വരച്ചു കഴിഞ്ഞാൽ √2 കിട്ടും. ഇനി നമുക്ക് √3 എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് √3 എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. നമുക്ക് √3 മാത്രമായിട്ടാണ് നമ്പർ ലൈനിൽ വരയ്ക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക. അതായത് നമുക്ക് 3 ആണ് കിട്ടേണ്ടത്. 3 കിട്ടേണ്ടത് എങ്ങനെയാണ്? ഇപ്പം 4ൽ നിന്ന് 1 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 3 കിട്ടില്ലേ? 4 - 1 3 വരില്ലേ? അപ്പൊ ഈ 4ഉം 1ഉം നമുക്ക് വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസ് 1 സെന്റിമീറ്റർ എടുക്കാം. ഹൈപ്പോട്ടേനസ് 2 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. എങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് 3 ആയിട്ട് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. ABC. ഓക്കെ. നമുക്ക് ഹൈപ്പോട്ടേനസ് ഉണ്ട്, ബേസ് ഉണ്ട്. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് ആണ് അറിയേണ്ടത്. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. മൈനസ് ആണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. AC സ്ക്വയർ അതായത് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടേനസ് സ്ക്വയർ BC സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ AB സ്ക്വയർ. അതായത് AC = സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. BCയുടെ അളവ് എത്രയാണ്? BCയുടെ അളവ് 2 ആണ്. 2 സ്ക്വയർ മൈനസ് AB സ്ക്വയർ. അപ്പൊ AB എത്രയാണ്? 1 ആണ്. അപ്പൊ 1 സ്ക്വയർ. AC = 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 1ന്റെ സ്ക്വയർ 1 റൂട്ട്. AC = 4 - 1 എത്രയാണ്? 3 √3 എന്ന് കിട്ടും അല്ലെ? റൂട്ട് ഇടുക. 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 എഴുതും. അപ്പൊ കണ്ടോ, √3 കിട്ടിയത് കണ്ടോ? അപ്പൊ നമുക്ക് √3 എങ്ങനെ വരും? നമ്മൾ 4 - 1 ചെയ്ത് കഴിഞ്ഞാൽ √3 കിട്ടും. ഈ 4 ആകണമെങ്കിൽ ഇവിടെ എത്ര വേണം? 2 വേണം അല്ലെ? ഈ ലെങ്ത് 2 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 4 ആകത്തുള്ളൂ. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 1 വരണമെങ്കിൽ ബേസ് എത്ര എടുക്കണം? 1 എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 - 1 3 എന്ന് കിട്ടും. അത് റൂട്ടിനുള്ളിൽ ആയതുകൊണ്ട് √3 എന്ന് എടുക്കാം. അപ്പൊ ഇവിടുത്തെ ഇത് ആൾട്ടിറ്റ്യൂഡ് √3 കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം ഇത് നമ്പർ ലൈനിൽ? ഫസ്റ്റ് നമ്പർ ലൈൻ വരയ്ക്കുക. ദെൻ 1 സെന്റിമീറ്റർ 1 യൂണിറ്റ് ബേസ് എടുക്കുക. അതായത് ഇത്രയാണ് 1 യൂണിറ്റ്. അപ്പൊ നമുക്ക് ബേസ് ഇതെടുക്കാം. ഇവിടെ എന്തെന്ന് കൊടുക്കാം? A, ഇത് B, ഇവിടെ വരാം. ഇത് ഇത്രയും 1 യൂണിറ്റ്. നമുക്ക് ബേസ് 1 ആയിട്ട് 1 യൂണിറ്റ് ഇതെടുത്തു. ആൾട്ടിറ്റ്യൂഡ് ആണ് √3 വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഹൈപ്പോട്ടേനസിന്റെ മെഷർമെന്റ് കൊടുക്കുക. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? 2 സെന്റിമീറ്റർ ഹൈപ്പോട്ടേനസ് എടുക്കുക. ഇതാ ഞാൻ 2 സെന്റിമീറ്റർ വരെ ഉള്ളത് മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ 1ൽ വെച്ചിട്ട് വേണം 1ൽ വെച്ചിട്ട് വേണം നമ്മൾ ഹൈപ്പോട്ടേനസ് എടുക്കാൻ. 1 യൂണിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആൾട്ടിറ്റ്യൂഡിന്റെ അവിടെ മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഈ ആൾട്ടിറ്റ്യൂഡിന്റെ അവിടെ 2 സെന്റിമീറ്റർ ഇവിടെ വെച്ചുകൊണ്ട് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പൊ 1ന്റെ അവിടെ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ 1 ആണ്. ആ 1ൽ വെച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ ആൾട്ടിറ്റ്യൂഡിൽ മാർക്ക് ചെയ്യുക. അപ്പൊ ഈ 1ൽ വെച്ചുകൊണ്ട് ഈ ആൾട്ടിറ്റ്യൂഡിൽ ഞാൻ എന്താണ്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇനി ഇതും കൂടെ യോജിപ്പിക്കുക. 1ഉം ഈ മാർക്ക് ചെയ്ത പോർഷനും കൂടെ നമ്മളിങ്ങനെ യോജിപ്പിക്കണം. യോജിപ്പിക്കുമ്പോൾ അതാണ്
ഈ പറയുന്ന ഹൈപ്പോട്ടനസ്. അതിന്റെ ലെങ്ത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ബേസ് 1 യൂണിറ്റ് ആയി, ഹൈപ്പോട്ടനസ് 2 യൂണിറ്റ് ആയി. അപ്പൊ ഈ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? √3 ആയിരിക്കും. അപ്പൊ ഇത് എത്രയാണ്? √3 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഇത് തൊട്ട് ഇതുവരെയുള്ള മെഷർമെന്റ് എന്താണ്? √3 ആണ്. അപ്പൊ √3 എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായല്ലോ. നമ്മള് ബേസ് 1 എടുക്കുക, ഹൈപ്പോട്ടനസ് 2 എടുക്കുക, പൈതഗോറസ് തിയറം വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? √3 എന്നുള്ളത് ആൾട്ടിറ്റ്യൂഡ് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, അതേ അളവ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് √3 കിട്ടും. ഇനി നമുക്ക് ഈ √3 എടുത്ത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. √3യുടെ മെഷർമെന്റ് ഏതാണ്? ഈ 0 ടു ഇത് വരെ. ഇത് ഇത്രയാണ് √3യുടെ മെഷർമെന്റ്. അത് മെഷർ ചെയ്തെടുക്കുക. കോമ്പോസ് യൂസ് ചെയ്യുക. ഇവിടെ വെച്ചുകൊണ്ട് ഇത്രയാണ് √3യുടെ മെഷർമെന്റ്. അതിനെ അങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ നിന്നും ഇങ്ങനെ വരച്ച് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് തൊട്ട് ഇതുവരെയുള്ള മെഷർമെന്റ് ആണ് ഇതാ ഈ കിടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് √3 മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ പോയിന്റിന് ഞാൻ പി എന്ന് കൊടുത്തു. ഈ ഇവിടെയാണ് നമ്മുടെ √3 വരുന്നത്. ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്പർ ലൈൻ വരയ്ക്കുക, ബേസ് 1 എടുക്കുക, ഹൈപ്പോട്ടനസ് 2 എടുക്കുക. അപ്പൊ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് √3 എന്ന് കിട്ടും. അത് കാരണം ബേസ് സ്ക്വയർ മൈനസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആയതുകൊണ്ട് 2ന്റെ സ്ക്വയർ 4 ആവും. 4 മൈനസ് 1 3 ആവും. അപ്പൊ √3 എന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ √3 എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? √3 മാത്രമായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത് നമുക്ക് √5 എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് √5 എങ്ങനെയാണ് നമ്പർ ലൈനിൽ വരയ്ക്കുക എന്ന് നോക്കാം. √5, അപ്പൊ √5 എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് 5 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? 4ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? അപ്പൊ 5 കിട്ടണമെങ്കിൽ 4 + 1 ആണ്. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ എടുക്കാം, പ്ലസ് 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ എടുക്കാം. 2ന്റെ സ്ക്വയർ 4 ആവും, പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആവും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതായത് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിളിലെ മെഷർമെന്റ് 2ഉം 1ഉം ആണെങ്കിൽ നമുക്കത് √5 ആയിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 90 ഡിഗ്രി ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ബേസ് എത്ര എടുക്കാം? 2 എടുക്കാം. ഞാൻ വന്നിട്ട് ബേസ് വന്നിട്ട് 1 എടുക്കുകയാണ്. ബേസ് 1 എടുക്കുക, ഹൈറ്റ് വന്നിട്ട് 2 എടുക്കുക, ആൾട്ടിറ്റ്യൂഡ് 2 എടുക്കുക. നിങ്ങൾക്ക് തിരിച്ചിടാം. ഇവിടെ 2 എടുത്ത് ഇവിടെ 1 എടുത്താലും കുഴപ്പമില്ല, തിരിച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എ ബി സി എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് ഇസിക്കൽ ടു റൂട്ട് ഇപ്പുറത്ത് അല്ലെ, സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് ആവും. എ ബി സ്ക്വയർ, എ ബി എന്ന് പറയുന്നത് 1, അപ്പൊ 1ന്റെ സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ, എ സി എന്ന് പറയുന്നത് 2, 2ന്റെ സ്ക്വയർ. ബി സി ഇസിക്കൽ ടു റൂട്ട് 1ന്റെ സ്ക്വയർ 1 പ്ലസ് 2ന്റെ സ്ക്വയർ 4. ബി സി ഇസിക്കൽ ടു റൂട്ട് 4 + 1 5. കണ്ടോ? അപ്പൊ ബി സിയുടെ വാല്യൂ √5 എന്ന് കിട്ടി. അപ്പൊ ഈ ഹൈപ്പോട്ടനസ് എത്ര എന്ന് കിട്ടി? √5 യൂണിറ്റ് എന്ന് കിട്ടി. അപ്പൊ നമ്മൾ 2 സെന്റിമീറ്റർ ആൾട്ടിറ്റ്യൂഡും 1 സെന്റിമീറ്റർ ബേസും എടുത്താൽ അതിൽ നിന്ന് വരയ്ക്കുന്ന ഹൈപ്പോട്ടനസ് എപ്പോഴും അതിന്റെ വാല്യൂ √5 ആയിരിക്കും. അതിന്റെ മെഷർമെന്റ് √5 ആയിരിക്കും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുക. എത്ര വെച്ച് എടുക്കണം നമുക്ക് വരയ്ക്കാൻ? അപ്പൊ ഞാൻ ഇത് ഇത്രയും 1 യൂണിറ്റ് അല്ലേ, ഈ ബേസ് 1 ആയതുകൊണ്ട് ഇത് തൊട്ട് ഇതുവരെ 1 യൂണിറ്റ് എടുക്കുകയാണ്. 1 യൂണിറ്റ് എ ബി എന്ന് കൊടുത്തു. എ ബി 1 യൂണിറ്റ് എടുത്തു. ഇനി എ സി 2 യൂണിറ്റ് എടുക്കണം. അപ്പൊ എ തൊട്ട് സി ഇവിടെ 2 വരെ അല്ലെ, 2 യൂണിറ്റ് ആണ് 2. അപ്പൊ ഇത് ഇത്ര 1 യൂണിറ്റ്, ഇത്രയും വരുമ്പോൾ 2 യൂണിറ്റ്. അപ്പൊ ഇത് തൊട്ട് ഇതുവരെയാണ് എ സി. ഇവിടെ ഞാൻ സി എന്ന് കൊടുത്തു. ഇത് വന്നിട്ട് 2 യൂണിറ്റ്. ഇനി എന്താണ്? ഇതിന്റെ ഹൈപ്പോട്ടനസ് വരയ്ക്കുക അല്ലെ. ഇത് ഇത്ര ആൾട്ടിറ്റ്യൂഡ്, ഇത് ഇത്രയും ബേസ്. അപ്പൊ ഇവിടെ വച്ചുകൊണ്ട് ഇവിടേക്ക് ഒരു ഹൈപ്പോട്ടനസ് വരയ്ക്കുക. ഓക്കെ, ഞാൻ ഹൈപ്പോട്ടനസ് വരച്ചു. അപ്പൊ ഈ ഹൈപ്പോട്ടനസിന്റെ മെഷർമെന്റ് എത്രയാണ്? √5 യൂണിറ്റ്. √5 യൂണിറ്റ്. അപ്പൊ ഈ ഹൈപ്പോട്ടനസ് ആണ് നമ്മൾ മെഷർമെന്റ് ചെയ്യണം. കാരണം അതാണ് √5 യൂണിറ്റ് ആയിരിക്കുന്നത്. ഇത് തൊട്ട് ഇതുവരെയാണ് √5. അപ്പൊ അതിന് നമ്മൾ മെഷർമെന്റ് എടുക്കുക. ഓക്കെ, ഞാൻ ഇത് തൊട്ട് ഇതുവരെ ഉള്ളത് മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. അതിനെ ഈ നമ്പർ ലൈനിൽ 0യിൽ വെച്ചുകൊണ്ട്
മാർക്ക് ചെയ്യുക. ഉണ്ടല്ലോ. ഇപ്പൊ √5 എവിടെ വരും? 2 കഴിഞ്ഞിട്ടാണ് √5 വരുന്നത്. അപ്പൊ √5ന്റെ വാല്യൂ നമുക്ക് എടുത്തെഴുതാം. ഞാൻ ഇതിന് പി എന്ന് കൊടുത്ത് ഈ പോയിന്റിന്. ഇതാണ് √5. ഓക്കെ, ഈസി അല്ലേ? അപ്പൊ √5 എങ്ങനെ മാർക്ക് ചെയ്യണതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ √5. ഈസി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബേസ് 1 ആണ്, ആൾട്ടിറ്റ്യൂഡ് 2 ആണ് എടുക്കുകയാണെങ്കിൽ മാത്രമേ √5 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. √5ന്റെ മെഷർമെന്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് മൂന്നും ഒരു നമ്പർ ലൈനിൽ വരയ്ക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യനിൽ മൂന്നും വരയ്ക്കാനായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. √2, √3, √5 ഇത് മൂന്നും കൂടെ സെയിം നമ്പർ ലൈനിൽ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം.